ബീഹാറിനെ ഇളക്കിമറിച്ച വോട്ടറധികാർ യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന് നടക്കും. അംബേദ്കർ പാർക്കിൽ 10,000 പങ്കെടുക്കുന്ന മഹാറാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അണിനിരക്കും. ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ മാർച്ച് നടത്തും. വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച യാത്ര അവസാനിക്കുന്നത്. പട്നയിൽ നിന്ന് തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ 16 ദിവസത്തെ യാത്രയായിരുന്നു. 25 ജില്ലകളിലും വലിയ ജനസ്വീകാര്യതയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര നേടിയെടുത്തത്. ഇന്നിപ്പോൾ അവസാന ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെ പരിപാടികൾ ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്? അമൃത, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ രാഹുൽ ഗാന്ധി നയിച്ചിരുന്ന യാത്ര അവസാനിക്കുന്ന മൈതാനത്താണുള്ളത്. വലിയ ജനത്തിരക്ക് നമുക്കിപ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ 16 ദിവസം വലിയ ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുള്ള യാത്രയായിരുന്നു രാഹുലിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. വോട്ടുമോഷണവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിച്ചു എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ യാത്രയുടെ സമാപനത്തിലേക്ക് കടക്കുന്നത്. വോട്ടുമോഷണത്തിനെതിരെ ബീഹാറിലെ ആളുകളെ, ബീഹാറിലെ ജനങ്ങളെ അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് ഇത് വലിയ വിജയം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാവുന്നത് പോലെ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഇതിന്റെ സമാപന സമ്മേളനം ഈ മൈതാനത്ത് നടക്കുക. അതിനു മുന്നോടിയായിട്ട് തന്നെ രാവിലെ 7 മണി മുതൽ തന്നെ വലിയ തിരക്ക്, വലിയ ജനക്കൂട്ടം നമുക്കിവിടെ കാണാൻ സാധിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തിയ പ്രവർത്തകരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 80% ബീഹാറിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അവസാന സമാപനത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഈ മൈതാനത്ത് തന്നെയുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇന്നത്തെ യാത്രക്ക് തുടക്കം കുറിക്കുക. പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള മാർച്ചാണ് ഉണ്ടാവുക. ആ മാർച്ച് അവസാനിക്കുന്നത് അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും. അവിടെയും പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക. ഇന്ത്യ സഖ്യത്തിലെ മുൻനിര നേതാക്കൾ എല്ലാവരും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് പാട്നയിലേക്ക് എത്തിയിട്ടുണ്ട്. 12 മണിയോടുകൂടി അവർ ഈ മൈതാനത്തേക്ക് എത്തും. വലിയ ജനസാഗരത്തെ തന്നെ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിരവധി ആളുകളുണ്ട്. പ്രായമായവരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ബീഹാറിലെ പാട്നയിൽ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ജനക്കൂട്ടം എന്നുള്ളത്. കഴിഞ്ഞ 16 ദിവസം യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം വലിയ സ്വീകാര്യത കോൺഗ്രസിന് ലഭിച്ചിരുന്നു, ഈ യാത്രയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മറ്റിടങ്ങളിലേക്കും, പ്രത്യേകിച്ച് മറ്റു ചില സംസ്ഥാനങ്ങളിൽ കൂടി സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള വോട്ട് തട്ടിപ്പ് നടന്നതായിട്ട് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ കാര്യം ഉയർത്തിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ യാത്രയെ എത്തിച്ചുകൊണ്ട് യാത്രയുടെ ലക്ഷ്യം എന്താണ്, ഈ യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു ജനപങ്കാളിത്തം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 25 ജില്ലകളിലും വലിയ ജനക്കൂട്ടമാണ് രാഹുൽ ഗാന്ധിയെയും അണികളെയും പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വരവേൽപ്പ് നൽകിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമായി കാണാമല്ലേ? കാരണം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ ഈ യാത്രയിലെ ഉടനീളം പറഞ്ഞിരുന്നു. കാരണം ഈ വോട്ട് തട്ടിപ്പ് ബീഹാറിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, നേരത്തെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കർണാടകയിൽ ഉൾപ്പെടെ നടന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടങ്ങളിൽ കൂടി ഇതിന് സന്ദേശം എത്തിക്കും. സമാനമായ രീതിയിലുള്ള യാത്രകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഉണ്ടാകുമെന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ യാത്ര വ്യാപിപ്പിക്കുകയും ചെയ്യും. 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 16 ദിവസം കൊണ്ട് 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഈ യാത്ര കടന്നുപോയി. ആ യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം വലിയ സ്വീകാര്യത രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ലഭിച്ചു. രാഹുലും തേജസ്വിയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ യാത്രയെ നയിച്ചത്. അതുകൊണ്ട് വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ആളുകൾ, ഈ ജനക്കൂട്ടം കോൺഗ്രസിനും അതോടൊപ്പം തന്നെ RJDയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സമാപന സമ്മേളനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയത് ഈ യാത്രയെ അവർ സ്വീകരിച്ചു. ഈ യാത്ര വൻ വിജയമാണ്. കാരണം തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ
കാര്യത്തിൽ നേരുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം RJDയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉള്ളത്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ എഫക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും എല്ലാം മനസ്സിലാക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത് ഉയർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും ബീഹാറിന്റെ വിവിധയിടങ്ങളിൽ നടക്കുക. ഇന്ത്യ സഖ്യ നേതാക്കൾ എല്ലാവരും ഈ റാലിയുടെ ഭാഗമാകുന്നുണ്ട്. പ്രധാനമായും MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് വരുന്നുണ്ട്. തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും 1 മണിക്ക് നടക്കുന്ന ഈ സമാപന സമ്മേളനത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. ശരി, പട്നയിൽ നിന്ന് തൗഫീഖ് അസ്ലമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഇന്ന് സമാപിക്കുകയാണ്.